നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പ്രസ്റ്റീജിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് ചോദിച്ച് കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പം എൻ്റേതായിട്ടുള്ളൊരു വ്യൂ ഞാൻ പറയാം. നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അപ്പം അദ്ദേഹം ജസ്റ്റ് ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ കമൻറ്റ് ചെയ്തു. പിന്നെന്താ ചെയ്യാം. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിം എടുത്തു. ഇപ്പം നമുക്കറിയാം ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു നല്ലൊരു പോക്ക് മുകളിലോട്ടുണ്ടായി. അപ്പോൾ നമുക്കതെല്ലാം ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. കംപ്ലീറ്റ് ആയിട്ടൊരു അനാലിസിസ് തന്നെ നമുക്ക് ചെയ്യാം. ജസ്റ്റ് ഇപ്പം ഈ ഒരു ഏരിയ മാത്രമല്ല, നിങ്ങൾക്കും കാണുന്നവർക്കും എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണമല്ലോ. കാരണം നിങ്ങൾക്കും അറിയാൻ പറ്റണം കാരണം എന്തൊക്കെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു 2010 മുതലുള്ളൊരു ചാർട്ടിൻ്റെ മൂവ്മെൻറ്റാണ് നമുക്കിത് കാണുമ്പോഴത്തേക്ക് അറിയാം. അപ്പം ഇതൊരു ചാനൽ പോലെ ആണോ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അതാ ഇവിടുന്ന് ഞാൻ ജസ്റ്റ് റഫായിട്ട് ഇങ്ങനെ വരച്ചത്. കൃത്യം പോയിൻറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്നില്ല നിലവിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഞാനിപ്പോൾ ചെയ്യുന്നില്ല. ജസ്റ്റ് ഓക്കെ, ഓൾമോസ്റ്റ് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു ചാനൽ, നമുക്ക് ഇവിടെ താഴെ ഒരു സപ്പോർട്ട് വരച്ചു. ഇവിടെ ഒരു റെസിസ്റ്റൻസോടെ വരയ്ക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം ഇതൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അങ്ങനത്തെ ഒരു രീതി നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു ചാർട്ടാണെന്ന്. അപ്പോൾ ഇതിൻ്റെ താഴെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടുത്തെ ഏറ്റവും താഴെ വന്നേക്കുന്ന ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ഇതാണ്. അവിടെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. പിന്നെ ഇതൊക്കെ 2020 മറ്റേ കോവിഡിൻ്റെ ആ ഒരു ഫോളാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കറിയാം ദാണ്ട് ഈ ഒരു പോക്കാണ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ചാർട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന്. ഈ ഒരു ഏരിയയിൽ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിലോട്ട് നമുക്കൊന്ന് പോവാം. ഇപ്പോൾ ഇവിടുന്ന് ഒരു മൂവ്മെൻ്റാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ വേറെ എക്സ്ട്രാ ഒരു കാര്യം കൂടെ പറയുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഒരു താഴോട്ടുള്ളൊരു പോക്ക് പോയിരുന്നെങ്കിൽ പിന്നെ തിരിച്ചൊരു 300 സംതിങ് പ്രൈസ് റേഞ്ചിലോട്ട് വന്നേനെ. പക്ഷേ അവിടെ പോസിറ്റീവായിട്ട് മുകളിലോട്ട് തന്നെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതൊക്കെ ജസ്റ്റ് ആവശ്യമില്ലാത്തൊക്കെ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. പിന്നെ നമുക്കൊരു ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് പോവാം. ഡെയിലിയിൽ എത്തുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെയാണ് കാണുന്നത്. അപ്പം എന്താണ് സംഭവം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. വേറൊരു കളർ കൊടുക്കാം, ഒന്നുമില്ല, തിരിച്ചറിയാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ദാണ്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിനൊരു സപ്പോർട്ട് നമ്മൾ വരച്ചു. പിന്നെ നമുക്കൊരു റെസിസ്റ്റൻസ് നമുക്ക് മാർക്ക് ചെയ്യാം. റെസിസ്റ്റൻസ് നമുക്ക് വേണ്ടി ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എല്ലാം വരച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഈ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയൊരു ചാനലിനകത്തുള്ളൊരു മൂവ്മെൻറ്റാണ് ഈ നടക്കുന്നത്. ചെറിയൊരു ചാനലിനകത്തുള്ളൊരു മൂവ്മെൻറ്റ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ കണ്ട് ഇവിടെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഇവിടെ നിന്നൊരു ബ്രേക്ക് നടന്നിരുന്നെങ്കിൽ താഴോട്ടൊരു പോക്ക് പോയിരുന്നെങ്കിൽ 300 രൂപയിലോട്ട് വന്നേനെന്ന്. കാരണം എപ്പോഴും സപ്പോർട്ടിൽ നിന്ന് റെസിസ്റ്റൻസിലോട്ട് അടുത്തൊരു സപ്പോർട്ടിലോട്ട് അങ്ങനത്തെ ഒരു മുകളിലോട്ട് താഴോട്ട് അങ്ങനത്തെ ഒരു പോക്കാണല്ലോ മിക്കവാറും പോകാറുള്ളത്. അപ്പം ഇതൊരു ബ്രേക്ക് നടന്നു. അപ്പം പക്ഷേ ഇവിടെ നമുക്കറിയാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അത് നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒന്ന് പ്രോപ്പറായിട്ടൊന്ന് വരച്ചാൽ അതൊന്നുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടും. അതുകൊണ്ട് ഒന്നുകൂടെ ഞാനൊന്ന് റീഡ്രോ ചെയ്യാം സിമ്പിളായിട്ട്. അതുകൊണ്ട് ഇവിടുന്ന് ഇത് ജസ്റ്റ് ഒന്ന് മാറ്റാം. അത് ക്ലിയറായിട്ട് അത് കിട്ടും. അത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ശരിയായി കാണിച്ചു തരാം. നമുക്ക് അറൗണ്ട് ആ ഒരു ഏരിയ കിട്ടിയുണ്ടോ. അപ്പം നമുക്കപ്പോൾ അടുത്ത കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് നമ്മളിപ്പോൾ മുന്നിൽ ഇവിടെ റെസിസ്റ്റൻസ് എടുത്തേക്കുന്നുണ്ടോ. ഞാനത് ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് കണ്ടോ, ആ ഒരു ലൈനിലോട്ട് എത്തിയപ്പോഴത്തേക്ക് പിന്നെ അത് റിവേഴ്സിൽ പോലെ താഴോട്ട് വരുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് കാണാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ദാണ്ട് ഇവിടെ അടുത്തൊരു മൂവ്മെൻറ്റ് നടക്കാൻ ചാൻസ് ദാണ്ട് ഇവിടുന്ന് നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ കാണാം. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ലൈൻ ഇത് ബ്രേക്ക് ചെയ്താൽ താഴോട്ടുള്ളൊരു പോക്ക് വരാം. ഈ ഒരു സപ്പോർട്ട് വരെ തൊട്ടടുത്തൊരു സപ്പോർട്ട് വരെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതും ബ്രേക്ക് ചെയ്യുമെന്നുള്ള കാര്യം നമുക്കത് കണ്ടറിയണം. പക്ഷെ അത് എല്ലാ ചാർട്ടിലും എല്ലാ ഒരു ചാർട്ടിൻ്റെയും പോക്കെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു റോക്കറ്റ് പോലെ മുകളിലോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കല്ല് താഴോട്ട് ഇടുന്ന പോലെ ഡയറക്റ്റ് ഡൗണിലോട്ടോ ഒന്നും അല്ല. ഒരു ചെറിയൊരു മുകളിലോട്ട് പോകുന്നു, കുറച്ച് റീട്രേസ്മെൻറ്റ്. ഇപ്പോൾ ഡൗൺ ട്രെൻഡിൽ തന്നെ താഴോട്ട് വരുന്നു, ചെറിയൊരു അപ്പ് മൂവ്മെൻറ്റ് വരുന്നു, പിന്നെ താഴോട്ട് പോകുന്നു. അങ്ങനെയാണല്ലോ ഡൗൺ ട്രെൻഡ് ആണല്ലോ അപ്പ് ട്രെൻഡ് ആണല്ലോ അങ്ങനത്തെ ഒരു പോക്കാണ് എപ്പോഴും പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ഏരിയയിൽ എന്ത് സംഭവിക്കുക എന്നുള്ളൊരു കാര്യം നമുക്കത് കണ്ടു തന്നെ അറിയാം. ഇപ്പം നമുക്കിവിടെ ഒരു അപ്പ് മൂവ്മെൻറ്റ് വന്നു. ഇപ്പം ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ ഇതൊക്കെ ഈ ഒരു റെസിസ്റ്റൻസ് നിങ്ങൾ ഞാൻ ഈ വൈറ്റ് ഡോട്ടിലോട്ട് നോക്കല്ല, ഞാൻ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ക്രോസ് ഹെയറിലോട്ട് നോക്കണം. ഈ ഒരു ഏരിയ വരെ എത്തി, കൃത്യം ഒരു വര വരെ എന്നല്ല, ആ ഒരു പോയിന്റ് വരെ എത്തി. പതുക്കെ താഴോട്ട് വരുന്നു. ഇതിൻ്റെ മുകളിലോട്ട് പോയിട്ട് തിരിച്ചങ്ങോട്ട് പോകുക എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. പക്ഷേ ഇത് ബ്രേക്ക് ആയാൽ വെയിറ്റ് ചെയ്യുക. ഇത് ബ്രേക്ക് ആയാൽ ഈ കാണുന്നൊരു ലൈൻ ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ
ചിലപ്പോൾ ഈ താഴോട്ടുള്ളൊരു പോക്കായിരിക്കും വരുന്നത്. പിന്നെ ഞാനൊരു കാര്യം കൂടെ എക്സ്ട്രാ പറയാം. നിങ്ങളിപ്പോൾ ഒരു ലോങ് വ്യൂവിൽ കയറുന്നവർക്കാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ താഴെ നിന്നൊക്കെ എടുത്തവർക്ക് എന്തായാലും നഷ്ടം വരത്തില്ല. ഈ ഒരു ചാനലിനകത്ത് തന്നെ ആയതുകൊണ്ട് ഇവിടെ വന്നിട്ട് പതുക്കെ ഒരു റിവേഴ്സിൽ വരാം. ഇങ്ങനെ റിവേഴ്സിൽ വരുമ്പോഴത്തേക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആവറേജ് ചെയ്യുക എന്നുള്ള രീതിയിൽ ആഡ് ചെയ്യണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം, കുഴപ്പമില്ല. അത് നിങ്ങളുടെ ഒരു യുക്തിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. നമ്മളങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ല. നിങ്ങൾക്ക് പ്രൈസ് ആക്ഷൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ ഒരു ഏരിയയിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം. ജസ്റ്റ് വേണമെങ്കിൽ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ വരയ്ക്കുന്ന പ്രൈസ് ആക്ഷൻ കറക്റ്റ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി വേണമെങ്കിൽ ഇതേപോലെ ഒന്ന് വരച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡിയക്ക് വരച്ചിട്ട് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് നോക്കും. ഇപ്പോൾ കറൻറ്റ്ലി ഇപ്പോൾ നടക്കാനുള്ളൊരു ചാൻസ് നിലവിൽ താഴോട്ട് വന്നിട്ട് പിന്നെ ഒരു മുകളിലോട്ടുള്ളൊരു പോക്കായിരിക്കും. പിന്നെ താഴെ നിന്ന് വാങ്ങിച്ചവർ ഞാൻ പറഞ്ഞല്ലോ, പേടിച്ച് വിൽക്കേണ്ട. എപ്പോഴും ഈ ഒരു ചാനലിനകത്ത് ഈ ഒരു മൂവ്മെൻറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്യാനായിരിക്കും ചാൻസ്, മുകളിലോട്ടുള്ളൊരു പോക്ക് പോകാനാണ് ചാൻസ്. പിന്നെ എക്സ്ട്രാ ഒരു കാര്യം നമ്മളിപ്പോഴും പറയുന്ന പോലെ ഈ ഒരു ലൈൻ ബ്രേക്ക് ആയാൽ പിന്നെ ഈ പ്രൈസ് ആക്ഷൻ്റെ കളി മൊത്തം മാറും. അതായത് സംഭവം ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ചാനൽ കണ്ടു, ഈ ഒരു ചാനൽ ഈ റെഡ് കളറിൽ വരച്ചേക്കുന്ന ഈ ഒരു ചാനൽ ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ എക്സ്ട്രാ വേറെ ആണല്ലോ വരച്ചത്. നമ്മൾ ചാനൽ വേറെ ചാനൽ വരയ്ക്കേണ്ട വന്നല്ലോ. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ചാനലിന് വലിയ പ്രസക്തി ഇല്ലാതായിട്ട് മാറി. അത് പിന്നെ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് താഴെ വന്നാൽ പിന്നെ ഒരു സപ്പോർട്ടായിട്ട് എടുക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രമേ അത് ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു എൻട്രി എക്സിറ്റിലൊന്നും ഇതിന് വലിയ പ്രാധാന്യമില്ലാതായിട്ട് മാറി. അപ്പോൾ അതേപോലെ തന്നെ ഇതൊരു ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നാലും മുകളിലോട്ട് പോയെന്ന് പറഞ്ഞാലും നമുക്ക് പുതിയത് നമുക്ക് വരച്ച് നോക്കണം. മനസ്സിലായി? ഇപ്പോഴത്തെ കറൻ്റ്ലി ഉള്ളൊരു മൂവ്മെൻറ്റ് നടക്കാനുള്ള ചാൻസ് ഇതാണ്. ഈ ഒരു മൂവ്മെൻറ്റ് നടക്കാനാണ്. ഇപ്പോൾ ഇവിടെ താഴോട്ട് വന്നാലും ലോങ് ടൈമിൽ മുകളിലോട്ട് കയറാനുള്ളൊരു ചാൻസ് തന്നെ കാണുന്നുണ്ട്. ബാക്കി നമുക്കത് കണ്ടറിയാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോസിൽ. നിങ്ങളെപ്പോഴും വരച്ച് നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടാനുള്ള രീതിയിൽ പല ചാർട്ടുകൾ നമ്മൾ വരച്ച് ചെയ്തിട്ടുണ്ട്, പല വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കണ്ട് നിങ്ങൾ യൂസ് ചെയ്യുക, ജസ്റ്റ് കണ്ടുവിടാതെ ഉപകാരപ്പെടുത്തുക. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എപ്പോഴും അത് ബെനിഫിറ്റ് ആയിരിക്കണം. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ നഷ്ടം ഉണ്ടാകുന്ന സംഭവം ഞാൻ പഠിക്കാനുള്ള പൈസ എന്നുള്ള രീതിയിൽ മാത്രമേ നിങ്ങൾ തുടക്കത്തിൽ വരാം. ഒരിക്കലും കടം മേടിച്ച് ഒരിക്കലും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഉണ്ടെന്ന് ഒരിക്കലും ട്രേഡിംഗ് എന്നുള്ളൊരു സംഭവത്തിലോട്ട് വരരുത്. കാര്യം അത് വലിയ ബുദ്ധിമുട്ടാവും. പിന്നെ ട്രേഡിങ്ങിനെ കുറ്റം പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല. അപ്പോൾ ഓർക്കുക, സ്റ്റോപ്പ് ലോസ് ഉള്ളവർ കൃത്യം സ്റ്റോപ്പ് ലോസ് പാലിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, താഴോട്ട് പോയി നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ആഡ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് അവിടെ ഒരു സ്റ്റോപ്പ് ലോസ് നിങ്ങളവിടെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ വിറ്റ് കളയുക. കാര്യം വേറെ ഒന്നുമില്ല, അതാണ് റൂള്. നിങ്ങൾക്ക് ഇട്ടിരിക്കുന്ന നിങ്ങളുടെ ട്രേഡിങ്ങിനെ നിങ്ങളുടെ ക്യാപിറ്റലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇട്ടേക്കുന്ന റൂൾ അതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് പോയിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? അപ്പം എനിക്ക് അതുപോലെ തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി സ്റ്റോപ്പ് ലോസ് താത്ത് വെക്കുക, അങ്ങനത്തെ ഒരുപാട് പരിപാടികൾ ഞാൻ കാണിച്ച് ഒരുപാട് നഷ്ടം കിട്ടേണ്ട ചെറിയ നഷ്ടം ഞാൻ വലിയ നഷ്ടത്തിലോട്ട് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്നേഹത്തിൻ്റെ പേരിലാണ് എപ്പോഴും പറയുന്നത് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്യുക എന്ന് എല്ലാ വീഡിയോയിലും പറയുന്നത്. ആവർത്തന വിരസത ഉണ്ടായാലും ഞാൻ പിന്നെ വീണ്ടും പറയുന്നതിൻ്റെ കാര്യം അതാണ്. മനസ്സിലായോ? അതെപ്പോഴും നമ്മൾ പിന്നെ റൂൾസ് ഫോളോ ചെയ്തില്ല പിന്നെ ട്രേഡിങ്ങും ഗ്യാമ്പിളിങ്ങും തമ്മിൽ വ്യത്യാസമില്ലാതായിട്ട് മാറി. അപ്പോൾ ഈ ആൾക്കാർ പറയുന്നത് ട്രേഡിംഗ് ഒരു ഗ്യാമ്പിളിങ്ങോ എന്നൊക്കെ പറയുന്ന പോലെ രണ്ടും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമില്ലാതായിട്ട് മാറി. ട്രേഡിങ്ങും ഗ്യാമ്പിളിങ്ങും തമ്മിൽ മാറ്റി നിർത്തുന്നത് നമ്മൾ റൂൾസ് ഫോളോ ചെയ്ത് പ്രോപ്പറായിട്ട് പഠിച്ച് നമ്മുടെ ഒരു വ്യൂവിനനുസരിച്ച് കയറുന്നതുകൊണ്ട് മാത്രമാണിത് നല്ലൊരു ട്രേഡിങ്. എപ്പോഴും ഞാനും ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതിൻ്റെ കാര്യം. ഗ്യാമ്പിളിങ് വേറെ, അത് പിന്നെ കൂട്ടുന്നില്ല നമ്മൾ. അപ്പം ഇത്രയ്ക്കുള്ള വീഡിയോ കണ്ട് എല്ലാവർക്കും മനസ്സിലായി, എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.